നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 436th day. Today 6th chapter 36th ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 436 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം. ഓം തത്സത്. ബ്രാഹ്മണാൻ വൈഷ്ണവാംശാന്യാം തഥാ കീർത്തനകാരിണ നത്വാ സംഭൂജ്യ ദത്താജ്ഞ സ്വയം ആസനമാവിശേത്. ബ്രാഹ്മണാൻ വൈഷ്ണവാംശാന്യാം തഥാ കീർത്തനകാരിണ നത്വാ സംഭൂജ്യ ദത്താജ്ഞ സ്വയം ആസനമാവിശേത്. ഓം തത്സത്. കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് ശ്രോതാവ് ആചരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആരാണോ ഈ ഭാഗവത യജ്ഞം നടത്തുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുന്നത്, ആരാണോ ആചാര്യനെ കൊണ്ടുവന്ന് ആചാര്യവരണമൊക്കെ ചെയ്ത് എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് ഈ ശ്രീമദ് മഹാഭാഗവതം യജ്ഞം നടത്തുന്നത്, അദ്ദേഹം ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്രകാരം എല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ വന്നു കൂടിയിരിക്കുന്ന വിഷ്ണു ഭക്തന്മാരും ഹരികഥാ തൽപരരുമായിട്ടുള്ള മറ്റുള്ള ബ്രാഹ്മണന്മാരെയും എല്ലാവരെയും നമസ്കരിച്ചതിന് ശേഷം അവരുടെ അനുജ്ഞയോടെ, അതായത് അവരുടെ സമ്മതത്തോടു കൂടി തൻ്റെ ആസനത്തിൽ ഇരിക്കണം. ഒരു ശ്രീമദ് മഹാഭാഗവത സപ്താഹം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആചരിക്കണം, വക്താവ് എങ്ങനെയായിരിക്കണം, ശ്രോതാവ് എങ്ങനെയായിരിക്കണം, വക്താവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ശ്രോതാവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അവർ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ, ഇവയൊക്കെയാണ് സനകാദികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നാരദ മഹർഷി മറ്റുള്ള മഹത്തുക്കൾക്കുമാണ് ഇത് പറഞ്ഞുകൊണ്ടുകൊടുക്കുക. ഗംഗാ നദീ തടത്തിലുള്ള ആനന്ദമെന്ന തടത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗവത സപ്താഹത്തിൻ്റെ മാഹാത്മ്യം. പറഞ്ഞതിന് ശേഷം ആ ഒരു ഭാഗവത യജ്ഞം എപ്രകാരം നടത്തണമെന്ന്. ഇപ്പോൾ ശ്രോതാവ്, അതായത് ആ ഭാഗവതം നടത്തുന്ന ആൾ എല്ലാവരെയും പൂജിച്ച്, വക്താവിനെയെല്ലാം പൂജിച്ച് പ്രാർത്ഥനകളൊക്കെ നടത്തിയതിന് ശേഷം കേൾക്കാൻ വന്നിരിക്കുന്ന വിഷ്ണു ഭക്തന്മാരായിട്ടുള്ള മറ്റുള്ള ബ്രാഹ്മണന്മാരെയും എല്ലാവരെയും പൂജിച്ചതിന് ശേഷം അവരുടെ സമ്മതത്തോടുകൂടി തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്ലോകം ഒരിക്കൽ കൂടി. ബ്രാഹ്മണാൻ വൈഷ്ണവാംശാന്യാം തഥാ കീർത്തനകാരിണ. ഈ ഭഗവത് കീർത്തനത്തിൽ താല്പര്യമുള്ളവരെ ആണ് അവിടെ വന്നിരിക്കുക, അങ്ങനെയുള്ളവരെ വന്നിക്കണം എന്നാണ് പറയുന്നത്. നത്വാ സംഭൂജ്യ ദത്താജ്ഞ സ്വയം ആസനമാവിശേത്. സ്വയം ആസനത്തിൽ ഇരിക്കണമെന്ന്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. ഓം തത്സത്.